മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ കൈകോർക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും ഓരോരുത്തരുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ യേശുവിന് വളരെ നന്നായിട്ട് അറിയാം. വചനമാകുന്ന യേശു നമ്മുടെ മേൽ കടന്നു വന്ന് ദുഃഖങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റട്ടെ. നിൻ്റെ രോഗങ്ങളെല്ലാം രോഗശാന്തിയാക്കി മാറ്റട്ടെ. ഇന്നിതാ നമ്മുടെ അപ്പസ്തോല പ്രമുഖനായിരിക്കുന്ന വിശുദ്ധ പത്രോസ്ലീഹയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ സങ്കടങ്ങളും വിട്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കുക, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം വാക്യം ഇതാ തരികയാണ്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ വായ തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ അപ്പോസ്തലീയ. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസ് ബെത്സയിദയിലാണ് ജനിച്ചത്. സുവിശേഷകന്മാർ അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിൻ്റെ പേരാണ് ആദ്യം നൽകിക്കൊണ്ടിരുന്നത്. പത്രോസിനെ യേശു പ്രത്യേകമായി വിധത്തിൽ സ്നേഹിച്ചുവെന്ന് നമുക്കറിയാം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കപ്പെട്ട പത്രോസ് യേശുവിൻ്റെ ഉത്ഥാനശേഷം ശിഷ്യന്മാരെ നയിക്കുന്ന നേതൃത്വം ഏറ്റെടുത്തു. പെന്തക്കോസ്തായിൽ ആദ്യ പ്രഭാഷണം നടത്തിയതും വിശുദ്ധ പത്രോസ്ലീഹയാണ്. വിശുദ്ധ പത്രോസിന് ദൈവകൽപ്പന പ്രകാരം ചിട്ടിയിട്ട് കിട്ടിയത് റോമാ നഗരത്തിലാണ്. ദൈവത്തോടുള്ള ബന്ധം, സ്നേഹം, പ്രാർത്ഥന, സഹനം ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ പത്രോസ്ലീഹ. സുവിശേഷ അതിവേഗം റോമിൽ പടർന്ന് പന്തലിച്ചപ്പോൾ പലതരത്തിലുള്ള ബന്ധനങ്ങളും കുരുക്കുകളും ഉണ്ടായി. പല പ്രാവശ്യം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ശത്രുക്കളെ ഭയന്ന് റോമിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോകുമ്പോൾ യേശു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു ചോദിച്ചു, അങ്ങ് എവിടേക്ക് പോകുകയാണ്? യേശു മറുപടി നൽകി, നിനക്ക് പകരം റോമിലേക്ക് വീണ്ടും ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. ശ്ലീഹ ഇതാ വീണ്ടും ധൈര്യപൂർവം പട്ടണത്തിലേക്ക് മടങ്ങി. ശ്ലീഹയെ കുരിശുമരണത്തിന് വിധിച്ചു. എന്നാൽ തൻ്റെ ഗുരുവിൽ നിന്ന് വ്യത്യാസമുണ്ടാകണം എന്ന് പറഞ്ഞ് തൻ്റെ തല കീഴായിട്ട് ക്രൂശിക്കുവാൻ അവിടെ നിന്ന് ആവശ്യപ്പെട്ടു. തല കീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് പത്രോസ്ലീഹ വീരചരമം പ്രാപിച്ചു. യേശുവിനെ സ്നേഹിച്ച പത്രോസിൻ്റെ മാതൃക സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ധാരാളം സുവിശേഷ വേല ചെയ്യുവാനും വചനം പങ്കുവയ്ക്കുവാനുള്ള വലിയ അനുഗ്രഹം ഈ പിതാവിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളിലും വിശുദ്ധ പത്രോസ്ലീഹയുടെ സാന്നിധ്യം നിറയുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.